എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായ ഒരു ആപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്പിൾ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ട്, ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് നന്നായി തണുപ്പിച്ചെടുത്തതാണിത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കാം. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നീരെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ആപ്പിൾ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം തണുപ്പിച്ചു വെച്ച പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പാൽപ്പൊടി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ മധുരം എത്രയാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതിയാവും. പിന്നെ നമ്മളൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു ജ്യൂസാണിത്. അപ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കളർഫുള്ളുമായൊരു ജ്യൂസാണിത്. പൊതുവെ കുട്ടികൾക്കൊക്കെ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.